സാമുദായിക സംഘടനകളുടെ ചടങ്ങുകളിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുക എന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ഒരു ടിക്കറ്റാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അതായത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ചില സാമുദായിക സംഘടനകൾ അവരുടെ ചടങ്ങുകളിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അതോടെ ഈ സാമുദായിക വിഭാഗങ്ങളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പായിരിക്കുന്നു എന്നും അതുവഴി പ്രതിപക്ഷ നേതാവായ നമ്മുടെ വി ഡി സതീശിനേക്കാൾ രമേശിന് ഇപ്പോൾ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അവസരം കൈവന്നിരിക്കുന്നു എന്നുമാണ് ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരും മാധ്യമങ്ങളുമൊക്കെ പറയുന്നത്. 148-ാം മന്നം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തല ഒരു പ്രധാന പ്രാസംഗികനാണ്. അവിടെ അദ്ദേഹം പ്രസംഗിക്കുന്നു. അതുപോലെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. NSSന്റെ ഈ ക്ഷണം വന്ന പാടെ NSSുമായി ഇപ്പോൾ യാതൊരു സൗഹൃദവുമില്ലാത്ത SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന വന്നു, നമ്മുടെ രമേശ് ചെന്നിത്തലയെ പിന്താങ്ങിക്കൊണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള സമസ്തയുടെ ഒരു സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ എന്ന സ്ഥാപനത്തിന്റെ 62-ാം വാർഷികമാണെന്ന് തോന്നുന്നു. അതിൽ പ്രസംഗിക്കാൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നു. ഇതിൽ പരം ഇനി എന്താണ് വേണ്ടത്? കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ, രമേശിനെ പ്രഖ്യാപിക്കാൻ മറ്റെന്ത് സാഹചര്യങ്ങളാണ് ഇനി ഒത്തുവരേണ്ടത്? ഇനി ഒരു ക്രിസ്ത്യൻ കൺവെൻഷനിൽ കൂടി ഒന്ന് കടന്നുകൂടിയാൽ മതി. ഇപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ കൺവെൻഷൻ സീസൺ തുടങ്ങുക ഈ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. അതിലേറ്റവും കേമൻ എന്ന് പറയുന്നത് മാരാമൺ കൺവെൻഷനാണ്. മാരാമൺ പമ്പ മണപ്പുറത്ത് നടക്കുന്ന ഒരു ക്രൈസ്തവരുടെ മഹാസംഗമം. അവിടെ ഇനി ഒരു ചാൻസ് ഇല്ല രമേശ് ചെന്നിത്തലയ്ക്ക്. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അവിടെ കാലേ കൂട്ടി ക്ഷണിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ മാരാമണിനെ പോലെ അത്രയുമൊന്നും പ്രാധാന്യമില്ലെങ്കിലും നല്ലതുപോലെ ആളുകൾ വരുന്ന ധാരാളം കൺവെൻഷൻ യോഗങ്ങളുടെ മധ്യ തിരുവിതാംകൂറിലുണ്ട്. അവിടെ ഈ ഒരു പ്രശ്നം, ഇതിൻ്റെയൊക്കെ പ്രാസംഗികരെ വളരെ നേരത്തെ ക്ഷണിക്കുന്നതാണ്. അതൊക്കെ നടന്നു കാണും. എന്നാലും ഒരു ശ്രമം നടത്താവുന്നതാണ്. തിരുവനന്തപുരത്ത് അനന്തപുരി കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗമമുണ്ട്. അത് തിരുവനന്തപുരത്തെ 3 കത്തോലിക്ക വിഭാഗങ്ങൾ സംയുക്തമായിട്ട് നടത്തുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട യോഗമാണ്. അവിടെ നമ്മുടെ അഭിമന്യ കർദിനാൾ മാർ ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമേനി വഴി ഒരു ശ്രമം നടത്തിയാൽ ചിലപ്പോൾ അതിൽ കടന്നുകൂടാൻ സാധിച്ചേക്കാം. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം അറിയാത്തവരോ അല്ലെങ്കിൽ അത് സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നവരോ ആണ് ഈ സാമുദായിക യോഗങ്ങളിൽ ക്ഷണിക്കപ്പെടുന്നതിൻ്റെ പേരിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. ഒരു സർക്കാർ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോഴോ കോൺഗ്രസ് പലപ്പോഴും സാമുദായിക സംഘടനകളുടെ താല്പര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം വന്നാൽ പരമാവധി അത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കോൺഗ്രസിന്റെ ഒരു രീതി അതാണ്. എല്ലാ വിഭാഗങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ച് കൂടെ നിർത്തിക്കൊണ്ടു പോവുക കഴിയുന്നിടത്തോളം. അതാണ് സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ ഒരിക്കലും സാമുദായിക ശക്തികൾ ഇടപെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വഴങ്ങിക്കൊടുക്കുകയോ ചെയ്തിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ്. ഏറ്റവും അവസാന ആൾ വരും നമുക്ക് പുറകോട്ട് നോക്കാം. ഉമ്മൻചാണ്ടി, AK ആന്റണി, K കരുണാകരൻ, R ശങ്കർ, ഇവരൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായി. ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെ ലേബലിലാണോ? അവരാരെങ്കിലും പറഞ്ഞിട്ടാണോ? അവരാരെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച ചരിത്രമുണ്ടോ? സാധാരണഗതിയിൽ
ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തും, MLA-മാരുടെ ഹിതമാരായും. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് അവസാനം ഒരു തീരുമാനമെടുക്കുക. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിലവിലെ പ്രതിപക്ഷ നേതാവിന് ഒരു അവസരം, ഒരു പരിഗണന കിട്ടാറുണ്ട്. അങ്ങനെ വേണമെന്നൊന്നുമില്ല. പക്ഷെ അതാണ് ഒരു സ്വാഭാവിക പതിവ്. അല്ലാതെ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന അവര് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവര് പറയുന്നത് അനുസരിച്ച് മുഖ്യമന്ത്രിമാരെ ഒരിക്കലും തീരുമാനിക്കാറില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു മറുവശം പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാരാവണം കൺവെൻഷൻ, അതില് സതീശൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചിരിക്കുക. മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ കെസ്വിക് കൺവെൻഷൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൺവെൻഷൻ ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ്. അതിന്റെ ചരിത്രത്തിൽ ക്രൈസ്തവരില്ലാത്ത 2 പേരാണ് അതിന്റെ സാധാരണ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കൾ അവിടെ വരും, അവർക്കെല്ലാ അംഗീകാരവും പരിഗണനയും നൽകും. പക്ഷെ അവരാരും പ്രസംഗിക്കാറില്ല. ചിലരൊക്കെ വേദിയിൽ പോലും ഇരിക്കാറുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് CV കുഞ്ഞിരാമനെ അന്നത്തെ ഏബ്രഹാം മർത്തോമ ക്ഷണിച്ച് അദ്ദേഹം മാരാവൺ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നീട് വളരെ കാലത്തിന് ശേഷം അത്തരത്തിലൊരു അവസരം കിട്ടുന്ന നമ്മുടെ ശശി തരൂരിനാണ്. അദ്ദേഹത്തിന്റെ യോഗ്യത ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതാ മൂന്നാമത് VD സതീശനെ ഇത്തവണത്തെ കൺവെൻഷന് ക്ഷണിച്ചിരിക്കുക. അതുകൊണ്ട് സതീശൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിലെ ക്രൈസ്തവരുടെ നോമിനിയാണ്, അല്ലെങ്കിൽ മർത്തോമ സഭക്കാരുടെ നോമിനിയാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം. ഇതിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. ഇനി പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുന്നതാണ് ഒരു പ്രധാന യോഗ്യതയെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ ആരെയാ നിർദ്ദേശിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാ കാണേണ്ടത്? നമ്മുടെ ശശി തരൂരിനെ അല്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അധികരിച്ച് അദ്ദേഹം നിരന്തരം വന്നോണം പ്രസംഗയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കെട്ടാൻ സാധിക്കുമോ? ഇല്ലല്ലോ. മന്നം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു സാധ്യതകളെ വർദ്ധിപ്പിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അതിന് മറ്റൊരു വശമുണ്ട്. കാരണം അദ്ദേഹം കുറേ കാലമായിട്ട് NSS-ഉമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു. ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പെരുന്നേലേക്ക് അടുപ്പിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായമാണ്. എന്തൊക്കെയോ കാരണങ്ങളാൽ NSS-ഉം രമേശും തമ്മിൽ വലിയ അകൽച്ചയിലായിരുന്നു. അത് രമേശ് ചെന്നിത്തലയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് നേരിട്ടറിയാവുന്ന കാര്യവുമാണ്. ഇപ്പോൾ ആ അകൽച്ച മാറുന്നു, മഞ്ഞുരുകുന്നു. രമേശ് ചെന്നിത്തല വീണ്ടും NSS-ന് പ്രിയപ്പെട്ടവനായി മാറുന്നു. അത് രമേശിനെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായ ഒരു ഘടകമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും. അതേപോലെ തന്നെ NSS-നും ശ്രീ G. സുകുമാരൻ നായർക്കും നമ്മുടെ VD സതീശൻ അത്ര അഭിമതനായിരുന്നുമില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം. അദ്ദേഹത്തിനും സതീശനെ കണ്ടുകൂടാ. സാമുദായിക സംഘടനകളുടെ തിണ്ണനിരങ്ങിയിട്ട് എനിക്കിനി ഒന്നും നേടണ്ട, എനിക്കൊരു പദവിയും വേണ്ട എന്ന് ഏതോ ഒരു സമയത്ത് നമ്മുടെ സതീശൻ പറഞ്ഞുപോയി. അത് മാത്രമല്ല, അദ്ദേഹം ഈ സാമുദായിക നേതാക്കളെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവണങ്ങാൻ പോകാറുമില്ല. വെള്ളാപ്പള്ളി നടേശന് പണ്ടേ സതീശനെ കണ്ടുകൂടാ. അതുകൊണ്ടാണ് തോമസ് കെ തോമസിനെ NCPയുടെ മന്ത്രിയാക്കാതിരിക്കാനും AK ശശീന്ദ്രനെ ആ സ്ഥാനത്ത് നിലനിർത്താനും കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി സാറ് സതീശനെ കുറിച്ച് നല്ല ചില വാക്കുകൾ പറയാൻ സമയം കണ്ടെത്തിയത്. നമ്മുടെ ഈ മുനമ്പം പ്രശ്നമുണ്ടല്ലോ, അക്കാര്യത്തിൽ സതീശനെടുത്തൊരു നിലപാട്, അതായത് മുനമ്പത്തേത് തർക്ക വിഷയമായ ഭൂമി അത് വഖഫ് ഭൂമിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കൃത്യമായിട്ടൊരു പ്രസ്താവന നടത്തി. അതാണ് മുസ്ലിം ലീഗിന് സതീശനോടുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ താല്പര്യം കുറയാൻ കാരണമായതെന്നാണ് രമേശ് ചെന്നിത്തല എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ടുള്ള ആളുകൾ പറയുന്നത്. അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്, അതൊരു സത്യമാണ്.
അപ്പൊ ഇതിനൊരു മറുവശമുണ്ട്. മുനമ്പത്തേത് വകഭൂമി അല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മുസ്ലിം ലീഗ് സതീശനെ തള്ളിപ്പറയുന്നതെങ്കിൽ ആണെങ്കിൽ ഈ മുനമ്പം ഭൂമി സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയ്ക്കുള്ള അഭിപ്രായം നമുക്കൊന്നറിയണ്ടേ? അദ്ദേഹം എന്താണ് പറയുന്നത്? മുനമ്പം ഭൂമി വകഭൂമിയാണ് അല്ലെങ്കിൽ അല്ല എന്നാണോ? അവിടെ ഇപ്പോൾ താമസിക്കുന്നവർക്ക് ആ ഭൂമിയിന്മേൽ യാതൊരു അവകാശവും ഇല്ല എന്നാണോ? അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ? കാര്യങ്ങൾ ഇങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ വകഭൂമി പ്രശ്നത്തിൽ സതീശൻ പറഞ്ഞ ഒരു അഭിപ്രായം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ലീഗ് ഒരു കാരണമായി കാണുന്നുവെങ്കിൽ ആ വിഷയത്തിൽ രമേശിനുള്ള അഭിപ്രായം എന്താണെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവും. ഇനി നമ്മൾ ലീഗിന്റെ ചരിത്രം നോക്കുക. മുസ്ലിം ലീഗ് അവര് സ്വാഭാവികമായിട്ടും അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉറച്ച് നിൽക്കാറുണ്ട്. അതിനുവേണ്ടിയാണ് അവര് നിലകൊള്ളുന്നത് തന്നെ. അതല്ലാതെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാവണം, ഇക്കാര്യത്തിലൊന്നും അവര് ഒരു സമ്മർദ്ദ തന്ത്രം ചെലുത്തിയതായിട്ട് ഇതുവരെ ചരിത്രമില്ല. അതവർ കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയാണ് പതിവ്. അവരുടെ തീരുമാനം അംഗീകരിക്കുകയാണ്. ഇപ്പോൾ പട്ടിക്കാട് നടക്കുന്ന സമസ്തയുടെ ചടങ്ങിലേക്ക് രമേശിനെ ക്ഷണിച്ചതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയുന്നില്ല എന്ന് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി. അതിൽ ശകലം കാര്യമുണ്ട്. കാരണം നേരത്തെ പ്രസിഡന്റായിരുന്ന ഹൈദരാലി ശിഹാബ് തങ്ങളെയോ അല്ലെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയോ പോലെയുള്ള ഒരാളല്ല സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം പാർട്ടിയുടെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ആളാണ്. സ്വന്തം നിലപാട് പുലർത്തുന്ന വ്യക്തിയാണ്. പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാർ പറയുന്നത് അപ്പടി പിന്തുടരുന്ന ഒരാളല്ല. അപ്പോ ഇനി കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ നമുക്കൊരു അഭിപ്രായം പറയാം എന്നൊരു ചിന്ത, ഒരു ആഗ്രഹം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സിൽ മുള പൊട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നത് അവർക്ക് കൂടുതൽ സൗകര്യപ്രദമാണല്ലോ. മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യനായ ആളാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. ദേശീയ തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. ഇപ്പോൾ ആ പഴയ ഐ ഗ്രൂപ്പിന്റെ പിന്തുണയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ആ ഗ്രൂപ്പൊക്കെ ചിഹ്ന ഭിന്നമായി പോയി, ചിതറിപ്പോയി. പക്ഷേ ഗ്രൂപ്പ് പരിഗണനകൾ ഒന്നും കൂടാതെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യാതൊരു മടിയും കൂടാതെ പേര് പറയാൻ പറ്റുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അദ്ദേഹത്തെയും ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണയെയും കൂട്ടിക്കെട്ടി സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അത് അദ്ദേഹത്തിന് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. അത് ഈ ചുറ്റും നിൽക്കുന്ന ഉപദേഷ്ടാക്കളല്ല, രമേശ് ചെന്നിത്തല തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലൊരു അക്കിടി പറ്റിയതാ, അത് അദ്ദേഹത്തിന് വല്ലാതെ ദോഷം ചെയ്യുകയും ചെയ്തു. ഒരു താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല വെക്കണമെന്ന് NSSനെ കൊണ്ട് പറയിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? 20 കോൺഗ്രസുകാരനായ 100% കോൺഗ്രസുകാരനായ രമേശ് ചെന്നിത്തലയുടെ ഖദർമുട്ടിനടിയിൽ കാക്കി നിക്കറാണ് ഉള്ളത് എന്ന ആരോപണം ഉയർന്നു വരാൻ ഏറെ സമയമൊന്നും എടുത്തില്ല. ആ ഒരു പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ആളുകള് രമേശ് ചെന്നിത്തലയെ സംഘിയും സംഘപരിവാറും RSSും ഒക്കെ ആക്കി മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് അതുവഴി വലിയ കോട്ടമാണ് സംഭവിച്ചത്. അതുപോലെ ഇനി സംഭവിക്കരുത്. ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കും രമേശ് ചെന്നിത്തല എന്ന് പറയുന്നതും അപകടകരമായൊരു നറേഷനാകട്ടോ. അത് മറക്കരുത്. പഴയ രാഷ്ട്രീയമല്ല കേരളത്തിലേത്. പണ്ട് LDFും UDFും മാത്രമേ ഉള്ളൂ. ഇന്ന് BJP ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് വളർന്നു വരിക. അപ്പോ രമേശിനെ ലീഗിന്റെ താളത്തിന് തുള്ളുന്ന ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള
ഒരാളായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. BJPയുടെ സഖ്യകക്ഷിയായ BDJSന്റെ തലതൊട്ടപ്പനും പരമാചാര്യനുമായ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയുടെ പിന്നിലും ഈ ഒരു അപകടം കാണേണ്ടതുണ്ട്. കേരളത്തിലെ കോൺഗ്രസും മാറി. പണ്ടൊക്കെ ഗ്രൂപ്പുകൾ പറയുന്നതനുസരിച്ചായിരുന്നു തീരുമാനം. തമ്മിൽ വലിയ തർക്കവും വഴക്കമുണ്ടെങ്കിലും അവർ രണ്ടു കൂട്ടരും ഒന്നിച്ചിരുന്ന ഒരു തീരുമാനം പറയും. ഇപ്പോഴങ്ങനല്ല സ്ഥിതി കേട്ടോ. ഹൈക്കമാൻഡാ തീരുമാനിക്കുക. ഹൈക്കമാൻഡിൽ ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ കൂടുതൽ സേ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. മാറുന്ന രാഷ്ട്രീയവും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ സാമുദായിക ശക്തികൾക്ക് സർവദാ സ്വീകാര്യനാണെന്ന് പറയാൻ.